ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഇനബേബി കണ്ട ഒരു ചെരുപ്പിലെ മുത്ത് പറിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇവമോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ ഒരു ചെരുപ്പ് ഷോപ്പിലാണ് ഗായ്സ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഷോളൊക്കെ ഇങ്ങനെ ശരിയാക്കി ഞാൻ കുഴപ്പമില്ലല്ലോ ഓക്കെ എന്നുള്ള രീതിയിൽ കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗായ്സ്, ഇവമോള് ഇന്നൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ അവളുടെ ഒരു റോസ് ബൂട്ട്സ് പോലത്തെ ഒരു ഷൂ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് അടി പൊളിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അവൾക്കൊരു ചെരുപ്പ് വാങ്ങിക്കണോ എന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഇവർ രണ്ട് ബേബീസ് ആയതുകൊണ്ട് ഒരു പ്രശ്നമല്ല, പക്ഷെ ഒരു പ്രതിസന്ധി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയാം. ഇവ ഉറക്കം വരുന്നുണ്ടോ? ഷൂ വേണ്ടേ? ഷൂ വേണ്ടേ? എന്താ? അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞു വന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഷൂ കേട് വന്നാൽ മറ്റാൾക്കും വാങ്ങിക്കണം. കാരണം നിങ്ങൾ എൻ്റെ വ്ളോഗുകളിലൂടെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ എൻ്റെ രണ്ട് ബേബീസിന് ഒരേപോലെയാണ് ഡ്രസ്സ്, ഷൂസ്, ഷോക്സ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ കേട് വന്നു കഴിഞ്ഞാൽ മറ്റേ കേട് വന്നിട്ടില്ലെങ്കിലും വാങ്ങിക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ബേബീസിനെയും കൊണ്ട് ഇവിടെ ഇറങ്ങിയത്. പിന്നെ ഫൈക്കാക്കൂനാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും തീരെ ഇഷ്ടമല്ല. എന്നോട് പറയും, നിൻ്റെ ഒരു മാഞ്ഞാളം എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് പോരാന്നല്ലാതെ എന്നൊക്കെ പറയും. പക്ഷെ ഞാനാണെങ്കിൽ എൻ്റെ കുറ്റീസിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങും. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? എന്തല്ലാത്ത എന്ത് ഇല്ലേ? ഇവളെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല ഗായ്. സാധനങ്ങളെല്ലാം വലിച്ചിട്ട് അവിടുത്തെ ആളുകളെടുത്ത് തല്ലി മേടിച്ചേരി എനിക്ക്. അതുവരെ അവൾ കളിച്ചോണ്ടേയിരിക്കും. അപ്പം എന്താ ചെരുപ്പൊക്കെ കൊണ്ട് എന്തൊക്കെയോ എന്നാണ് ഉള്ള ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഞാൻ പാവം ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. ആക്ച്വലി ഇവിടുത്തെ കടക്കാർ വലിയ കുഴപ്പമില്ലാത്ത ആളുകളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. അവിടുത്തെ ആളെ അവളങ്ങനെ ചീത്ത പറയും, വെക്ക് അവിടെ വെക്ക് എന്ന് പറഞ്ഞ് ഞാൻ ചീത്ത പറയും. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ചീത്ത പറയുന്നത് എന്നെയാണ്, കാരണം കൊച്ചിനെ നോക്കുന്നില്ലല്ലോ. പക്ഷേ എന്നോട് പറയാൻ കോലമില്ല. അപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്യും, കുട്ടീനെ ഇങ്ങനെ ചീത്ത പറയും. അപ്പം എനിക്ക് എന്തോ പോലെയാണ്. പക്ഷേ ഈ കടയിൽ വന്നിട്ട് ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളിങ്ങനെ കാണട്ടോ അവളുടെ ഓരോ വികൃതികളൊക്കെ. ഇവമോളാണെങ്കിൽ പാവാണ്. ഇവളെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണ് കേട്ടോ. അതുകൊണ്ടുള്ളൊരു മന്ദപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതുകൊണ്ട് അവൾക്ക് ചെരുപ്പും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇനബേബി ഇങ്ങനെ വലിച്ചിടുന്നതൊക്കെ എൻ്റെ കുഞ്ഞുവാവ്, അതായത് എൻ്റെ ഇവമോൾ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു താത്തയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വലിയ താത്തയാകുക എന്ന് പറയുന്നതും ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഗേൾസ് അല്ലേ? അപ്പോൾ വലിയ താത്ത കണ്ടോ, ആക്ച്വലി അവളൊക്കെ കുഞ്ഞു കുട്ടിയാണ്. പക്ഷേ താഴെ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ആളുകളായ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമല്ലോ. അപ്പോൾ അവളിങ്ങനെ പരത്തിടുക, മറ്റുള്ളങ്ങനെ എടുത്തു വെക്കുക. ഇതന്നെയായിരുന്നു ആ കടയിൽ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ കടയിൽ ഇങ്ങനെ വേറെ വിസിറ്റേഴ്സൊക്കെ വരും കേട്ടോ. പിന്നെ ഓരോന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ മോശമല്ലേ, മറ്റൊരാളുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നും വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല. അങ്ങനെ ഈ നബേബി ഇവിടുത്തെ ചെരുപ്പ് അവിടെ കൊണ്ടേ വെക്കുന്നു, അവിടുത്തെ ചെരുപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇതൊക്കെ തന്നെയുള്ള പരിപാടി കേട്ടോ. അവസാനം വരെ തപ്പിത്തെരഞ്ഞ് ഇതിൻ്റെ തോണ എവിടെ നോക്കിയാൽ അതിൻ്റെ ഓണേഴ്സ് ആകെ ഇടങ്ങാറാവും എന്നാണ് തോന്നണേ. ഇനബേബി ഇപ്പം പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് അപ്പുറത്ത് കുറച്ച് ടീംസ് വന്നിട്ടുണ്ട് ചെരുപ്പ് വാങ്ങിക്കാനേ. ഞാൻ പറഞ്ഞല്ലോ, ആരെയും ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല, കാരണം ആരുടെയും ചീത്ത കേൾക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ അതുകൊണ്ട് ആരും ഞാൻ വീഡിയോയിൽ അനുവാദമില്ലാതെ ചേർത്താറില്ല എന്ന് പറയാം. സാഹചര്യം നോക്കാതെ ഞാൻ ചേർത്താറില്ല. അപ്പോൾ ഇനബേബി ഈ ചെരുപ്പ് കൊണ്ടുപോയി ഓരോട് എന്തൊക്കെയോ പറഞ്ഞിരിക്കാം. അപ്പോൾ ഗായ്സ്, ദ അൺഫോർച്ചുനേറ്റ് തിങ് ഈസ് ദാറ്റ് അവിടെ നിന്ന് ചെരുപ്പ് കിട്ടിയില്ല. കാരണം രണ്ടുപേർക്കും ഒരേപോലത്തെ ചെരുപ്പ് കിട്ടണ്ടേ. അവസാനം അവിടുത്തെ അധികാരികൾ ഞങ്ങൾ ആട്ടി വിട്ടു. ഇവിടെ ഇല്ല മക്കളെ, ഞങ്ങൾ വേറെ എവിടെയും പോയി നോക്കിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാവാസ് മോളിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ നോക്കാം, ഈ കടയ്ക്ക് ആക്ച്വലി ഈ സോപ്പ് അവരെന്നെ സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഞാൻ നേരത്തെ പോയ കടയിലുള്ള ആളുകൾ എന്നെ സജസ്റ്റ് ചെയ്ത് തന്നതാണ് ഈ ഷോപ്പ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്നു. എല്ലാവർക്കും ഒരു ഞെട്ടലാണ്, രണ്ടുപേർക്കും ഒരേപോലത്തെ ചെരുപ്പ് എന്ന് പറയുമ്പോൾ ട്വിൻസ് ആണോ എന്ന് ചോദിക്കുക. ആദ്യത്തെ ചോദ്യതാ, ട്വിൻസ് അല്ലാതെ ഈ പീക്കിരിക്കും ആ പോക്കിരിക്കും ആണെന്ന് പറയുമ്പോൾ അവർ ഞെട്ടിപ്പോവും. അത് താത്ത ഒരേപോലത്തെ ചെരുപ്പ് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വിക്കലാണ്.
അങ്ങനെ ഗായ്സ് ഇനി ബേബിക്ക് ഒരു ചെരുപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ആ ചെരുപ്പ് എടുക്കാമെന്ന്. നെവർ ഗൈസ്, അതൊന്നല്ല. പിന്നെ എന്താണെന്നറിയോ, എനിക്കൊരു ബാഗും കൂടെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബാഗ് നോക്കിയപ്പോൾ 2000, 2500, 3000 രൂപേൻ്റെയൊക്കെ ബാഗാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട കാക്ക, എനിക്ക് ഇത്ര റേറ്റിൻ്റെ ബാഗൊന്നും വേണ്ട, കാരണം വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒക്കെയാണേ. അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, കുറേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 മാസമൊക്കെ ഒരു സാധനം ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് എനിക്കത് മടുക്കും. അപ്പോൾ പെട്ടെന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ബ്രാൻഡഡ് സാധനമൊക്കെ വാങ്ങിച്ചാൽ അതിൻ്റെ ഒരു ബ്രാൻഡഡ് ആകുമ്പോൾ നമ്മൾ കുറേ കാലം ഉപയോഗിക്കണമല്ലോ, അതിനാണല്ലോ നമ്മൾ ബ്രാൻഡഡ് വാങ്ങിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വേണം, എനിക്ക് വല്ല ലോക്കൽ ബാഗും മതി എന്ന് പറഞ്ഞ് ലോക്കൽ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾ പോയതാണ് കേട്ടോ. കുറച്ചൊക്കെ പിഷ്കത്തിയാണ്, കുറച്ചൊക്കെ പിഷ്കൊക്കെ വേണമല്ലോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കണോണ്ട് ഞാനൊരു ഷോപ്പഹോളിക്കാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ലോക്കൽ വലിയ ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടുത്തെ ബാഗുകൾക്കൊക്കെ നല്ല റേറ്റാണ്. ഞാൻ വാങ്ങിച്ച ബാഗിന് തന്നെ 1000-ൻ്റെ മുകളിൽ റേറ്റ് ഉണ്ട്. പിന്നെ അവിടെ പോയിട്ട് അത്ര റേറ്റിൻ്റെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണ്ടേ വിചാരിച്ച് ഞാൻ എടുത്തതാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് വികൃതീസ് കണ്ടോളൂ. അവിടെ വെക്കുക, ഓരോന്നെ ചീത്ത പറയും കേട്ടോ. ആ ലാസ്റ്റ് ക്ലിപ്പിലേ ഇനബേബിൻ്റെ കയ്യിലൊരു ഷോക്സ് കണ്ടോ? ഇതേ ആ ഒരു ബില്ലിംഗ് കൗണ്ടറിൻ്റെ അവിടെ ഷോക്സ് വെച്ചൊരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അയാൾ കാണാതെ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വലിച്ചെടുത്ത് കൊണ്ടുവന്ന ഷോക്സാണ്. സത്യം പറഞ്ഞാൽ അയാൾ പോലും കണ്ടിട്ടില്ല. അതാ കൈസ് ഇവിടെ കണ്ടോ, ഒരു ഇതിലിങ്ങനെ ബില്ലിംഗ് കൗണ്ടറിൽ അവിടെ ഷോക്സ് വെച്ച് ഇനബേബിക്ക് വലിക്കാൻ പാകത്തിൽ അവർ വെച്ചിട്ടില്ല. അവിടെ നിന്ന് ഒന്ന് വലിച്ചു കൊണ്ടുവന്നിരിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ബാഗും അതുപോലെ തന്നെ ഇനബേബിക്ക് ഇവമ്മൾക്ക് ഓരോ ഷോക്സും ഒക്കെ വാങ്ങിച്ച്, ഷോക്സ് അല്ല ഗൈസ്, ഷൂ വാങ്ങിച്ച് അടുത്തതിന് വിശപ്പിൻ്റെ വിളയാളത്തെ തോൽപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പം മൗസിയിലേക്കാണ് ഞങ്ങൾ പോണത്. ഇവ നോക്കട്ടെ മമ്മ, ബാഗ്, പുതിയ ബാഗ് നോക്കട്ടെ. രസമുണ്ട്. മൈ ഡിയർ ഗോയ്സ്, ആ ബാഗും ഞാൻ ഇന ബേബി അല്ലേ, ഇവ ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു തരുന്നു കേട്ടോ. ഓൾക്ക് പറഞ്ഞു എനിക്ക് വേണം അമ്മ ബാഗ് എന്ന് പറഞ്ഞ്. എന്നിട്ട് പോപ്പിറ്റിൻ്റെ ബാഗ് വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തതാട്ടോ. നല്ല രസമല്ലേ കാണാൻ, കുട്ടികൾക്ക് ഇങ്ങനത്തെ ബാഗൊക്കെ രസമാണല്ലോ അല്ലേ, അതുകൊണ്ടാണ് വാങ്ങിച്ചു കൊടുത്തത്. മെനു വാങ്ങിട്ട് വാ. അങ്ങനെ നമ്മുടെ മെനു വന്നിട്ടുണ്ട്. മെനുവിൽ കുറേ സാധനങ്ങളുണ്ട്. എന്താ കഴിക്കേണ്ടതെന്ന് അറിയില്ല. ഡയറ്റ് ആവിൽ മിൽക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ആവിൽ മിൽക്കൊക്കെ വേണ്ട ആളുകൾക്കൊക്കെ വന്ന് കുടിക്കാം. പ്രൊമോഷനൊന്നും അല്ലെങ്കിൽ വേണമെങ്കിൽ പോയാൽ മതി. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ നട്ട്സൊക്കെ ഉള്ള ആവിൽ മിൽക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ഫംഗ്ഷൻ ആയിരുന്നു. അനിയനെ പെണ്ണ് കാണാൻ വരലും സംഭവങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വന്നുകൊണ്ട് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ നോക്കണത്. ഇനബേബിന്റെ വികൃതി കണ്ടപ്പോഴേ അവിടുത്തെ മെൻസന്മാര് വേഗം വന്നുകൊണ്ട് ഒരു എന്താണ് ബേബി ചെയറൊക്കെ കൊണ്ടുവന്നു തന്നിട്ടോ. പക്ഷെ ഇരിക്കണ്ടേ പാത്തുമ്മ, ഓളാ കമ്പിയമ്മ പിടിച്ച് തൂങ്ങിയിട്ടും വലിച്ചിട്ടൊക്കെ ഒരു പഞ്ചറാക്കണുണ്ട് അവിടെ. ഗോയ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയതാട്ടോ. അനിയനെ പെണ്ണ് കാണാൻ വരില്ലല്ലോ, അനിയൻ്റെ പെണ്ണ് കാണാൻ പോയിട്ട് അവിടുത്തെ ആളുകൾ ഞങ്ങളെ വീട് കാണാൻ വേണ്ടി വന്നതായിരുന്നു എന്ന് പറയണം. അപ്പോഴാണ് കറക്റ്റ്. എന്താ ചെയ്യടക്കം ഓരോന്നങ്ങോട്ട് സ്ലിപ്പ് ഓഫ് ദ ടങ്ക് എന്നൊക്കെ പറയല്ലോ, അതാണ് സംഭവം. അങ്ങനെ ഗോയ്സ്, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ലൈറ്റായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ ലൈറ്റ് നട്ട്സൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു നട്ട്സിൻ്റെ ഫാനാണ്. അതുകൊണ്ടാണ് എന്ത് കഴിക്കണം നട്ട്സ്. പ്രത്യേകിച്ച് എനിക്ക് പീനട്ട്, കാഷ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൽമണ്ടും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഫേവറേറ്റ് സ്നാക്കിങ് അതൊക്കെയാണ്. ഭയങ്കര പരിഷ്കാരി ആയതുകൊണ്ടൊന്നുമല്ല, വെറുതെ അങ്ങനെ കുറേ കലോറി കഴിച്ചു കൂട്ടണമല്ലോ വിചാരിച്ചു. എനിക്ക് സ്വീറ്റ്സ് ക്രേവിങ്സ് ഭയങ്കര കൂടുതൽ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ നട്ട്സൊക്കെ കഴിക്കല് കേട്ടോ. അങ്ങനെയൊക്കെ എന്താ ചെയ്യുക. പിന്നെ ഇനബേബിനെ അവസാനം ഫൈനലി ഞങ്ങളിവിടെ എന്താ പറയുക, ഞങ്ങൾ തിരുത്തിട്ടോ. ഞാനൊരു ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് എന്താ ഫൈനലി ഒക്കെ പറയണമെന്നൊക്കെ വിചാരിക്കണ്ട. അതൊക്കെ ഒരു രസത്തിന് പറയുകയാണെ, ശരിക്കും അങ്ങനെയൊന്നല്ല പറയാം. ഞാൻ അതൊന്നും കേട്ട് ആരും പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഫൈനലി എന്നൊന്നും ആരും പറയൂല. അപ്പോൾ ഗോയ്സ്, ഇതാണ് എൻ്റെ ഇവ ബേബിൻ്റെ പോപ്പിറ്റ് ബാഗ്. പിന്നെ
ഇന ബേബി കണ്ടോ അപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അവൾക്ക് അത് വേണം എന്നൊക്കെ പറഞ്ഞു. ഇവ മോള് പതുക്കെ കേൾക്കാത്ത പോലെ ഇങ്ങോട്ട് പോകുന്നു. ഗായ്സ്, ഈ കുന്ത്രാണ്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെന്താണെന്ന് അറിയോ, ഇത് നമ്മൾ ഓർഡർ എടുത്ത് കഴിഞ്ഞ് നമ്മൾ കയ്യിൽ ഇത് തരുമോ? ഓർഡർ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ ബീ 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 ഇങ്ങനെ തന്നെയല്ലേ ബീപ്പ് 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 എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പറഞ്ഞ ബീവാവും. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് അവരെന്ത് ചെയ്യും, ഫുഡ് നമ്മളടുത്ത് കൊണ്ടുത്തരും. അങ്ങനെയാണ്. അങ്ങനെ ഗായ്സ്, എൻ്റെ നട്ട്സിൻ്റെ മിൽക്ക് ഷേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മിൽക്ക് ഷേക്ക് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫൈക്കാക്കും മാംഗോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്, മാംഗോ മിൽക്ക് ഷേക്ക്. അതുപോലെ തന്നെ ഇത് ഇവമോൾക്കുള്ളതാണ്. ഇവമോൾക്കുള്ളത് ഒരു മാംഗോൻ്റെ എന്തോ ഒരു സംഭവം, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ തന്നെ. വളരെ നട്ട്സ് ഒന്നും ഇല്ല. ഇത് ചെറുതി ഇവന് ഇത് കണ്ട കൊട വെച്ചത്, കൊട വെക്ക് ഇങ്ങനെ വെക്ക്, എപ്പോഴല്ലേ അങ്ങനെയല്ലേ. ഇവമോളുടെ അവലും മിൽക്കൽ മഴ പെയ്യുന്നതുകൊണ്ട് ഒരു കൊടയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. കോമഡിയിലെ. അങ്ങനെ ഇന ബേബിക്കും കണ്ടോ, ഓൾക്കും അവലും മിൽക്ക് ഇഷ്ടമായിരുന്നു. ഓൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഐസ്ക്രീമൊക്കെ ഉള്ള അവലും മിൽക്ക് ആയതുകൊണ്ട് ഓളിങ്ങനെ കഴിക്കുന്നുണ്ട്. ഓൾക്ക് എന്തോ ഇഷ്ടമാണ്. പിന്നെ ഇവമോൾക്ക് ഇതാ വാരി കൊടുക്കുക. ഓൾ കഴിച്ചിട്ട് അങ്ങോട്ട് തീരണില്ല. അപ്പോൾ പിന്നെ എന്തായിരുന്നു, ഫൈക്കാക്ക് വാരി കൊടുത്തോ. അതും കഴിഞ്ഞിട്ട് തീരാഞ്ഞിട്ട് പിന്നെ അവസാനം ഞാൻ വാരി കൊടുത്തിട്ടാണ് തീർന്നത്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, മഹതി മഹാസംഭവമാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങി. കുട്ടികളുടെ ഇതെല്ലാവുമ്പോഴേ ഇതേപോലത്തെ ഒരു മുട്ടയൊക്കെ കിട്ടും, മുട്ട, എഗ്ഗ്, അണ്ട അല്ലേ, ഇതേപോലത്തെ ഒരു മഞ്ഞ മൗസ്. ഇതിൻ്റെ പേരെന്താ പറയുന്നത്, മൗസ് അങ്ങനെ എന്താണ് കൊടുത്തല്ല. അപ്പോൾ ഒരു മൗസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ മൗസും പിന്നെ ഒരു കുടയും കൊണ്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് യാത്രയാവുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ വണ്ടിയിലെത്തി. ഇനി പ്രത്യേകിച്ച് പരിപാടി ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. പരിപാടി എന്താണെന്ന് വളരെ വൈകാതെ നിങ്ങൾ കാണും. അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങോട്ട് കുത്തിരുന്നു. പണ്ടത്തെ ഭാഷയാണ് കുത്തിരുന്നു എന്നൊക്കെ. ഇതെന്താ സാധനം, സ്റ്റിക്കറോ? ഇതെന്താ, ഇതാണ് ആ മുട്ടൻ്റെ അകത്തുനിന്ന് കിട്ടിയത്. കീ ചെയിനാണല്ലേ പൈക്കു. അപ്പൊ ഗോയ്സ്, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടി ഞാൻ ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഗോയ്സ് ഇതാണ്. ഇതൊരു ബേബി ഷോപ്പാണ് കേട്ടോ, പോപ്പീസ് ബേബി ഷോപ്പാണ്. പെരിന്തൽമണ്ണയുള്ള പോപ്പീസാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ഇന ബേബിക്ക് ഒരു ഫീഡിങ് ബോട്ടിൽ വാങ്ങിക്കാനായിരുന്നു. ഓളെ ഫീഡിങ് ബോട്ടിലേ ഞാൻ ആക്ച്വലി വെള്ളം നിറച്ച് വെച്ച് തന്നിട്ട് അവിടെ. കാരണം അങ്ങനെ പാടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ബോയിൽ ചെയ്യണം നമ്മൾ. പക്ഷെ ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് വെച്ചതായിരുന്നു. അതങ്ങോട്ട് വീണപ്പോൾ പ്ലിങ് എന്നല്ലല്ലോ, അത് പ്ലിങ് എന്ന് പറഞ്ഞാൽ ബലൂണൊക്കെ വീഴുമ്പോഴല്ലേ, എന്തായാലും ബോട്ടിൽ വീഴുമ്പോഴുള്ള സൗണ്ട് ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ ആ ബോട്ടിൽ വീണപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു അടപ്പ് അങ്ങോട്ട് പൊട്ടിപ്പോയി, ക്യാപ്പ് പൊട്ടിയപ്പോൾ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ വാങ്ങിക്കുക. അപ്പോൾ ഈ പിജിയൻ്റെ ബോട്ടിൽ തന്നെ ആയിരുന്നു അവളടുത്ത് ആദ്യം ഉണ്ടായിരുന്നു. അവളടുത്തല്ല, എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ പിജിയൻ്റെ ബോട്ടിൽ തന്നെ വാങ്ങിച്ച് അത് ബില്ലൊക്കെ ആക്കി ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ വണ്ടി, സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി മാറിക്കയറാൻ പോയിരുന്നു. ഈ ഒരു ഇത്താത്തല്ല, ചേട്ടനും ചേച്ചിയുള്ള വണ്ടിയിലേക്ക് ഞാൻ കയറാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് പന്തികേട് തോന്നി തിരിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. അങ്ങനെ ഗൈസ്, എൻ്റെ വ്ളോഗ് ഇവിടെ തിരികെയാണ്. ബൈ, ടേക്ക്